മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഗ്രൗണ്ടിൽ പോയി കളിച്ചില്ലെങ്കിൽ എന്താ, വിശപ്പിന് മാത്രം ഒരു കുറവ്. കത്തനല്ല ഇഡ്ഡലി സാമ്പാറായിരിക്കണേ. ആടാ ഹലോ, വെള്ളം വേണ്ട പറയണം. എന്താണ് ഞായറാഴ്ചയായിട്ട് പരിപാടി? പള്ളിയിലൊന്നും പോയില്ലേ നീ? പോയടാ, പോയിട്ട് നേരത്തെ വന്നു. ഡാഡിയെ ഇന്ന് ഇടുക്കിയിലുള്ള അങ്കളുടെ വീട്ടിൽ പോവാ. അവിടെ എന്തോ റിസോർട്ടൊക്കെ പണിയുന്ന ആരൊക്കെ പറയുന്നുണ്ട്. ഓ, പോയിട്ട് വരട്ടെ പുള്ളി. അളിയൻ പോണല്ലേ? അളിയനാ? ഏതളിയൻ? അല്ല, ഞാൻ തന്റെ ഡാഡിയെ തന്നെ ഉദ്ദേശിച്ചേ. ഒന്ന് പോടാ, ഡാഡി ഇറങ്ങാനായി, കുറച്ചുമ്പോ ഇറങ്ങും. അല്ല, അങ്ങേർക്ക് ഈ ഞായറാഴ്ചയായിട്ട് പള്ളിയിലൊന്നും പോണ്ടേ? ഡാഡി അങ്ങനെ പള്ളിയിലൊന്നും വരാറില്ലടാ. പിന്നെ വല്ല സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ വരും, അത്രേ ഉള്ളൂ. നല്ല കാര്യമാണ്. കാരണം അങ്ങേരെ പള്ളി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മനസ്സമാനം കളയാൻ എന്തരന്. യേശോ, ഞാൻ ഒരു കോമഡി പറഞ്ഞതാ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? പിന്നില്ലേ യേശു, ഓ, ഇന്ന് പള്ളിയിൽ നിന്ന് വന്നപ്പോഴേ ഞാനും മമ്മി നിന്നെ പറ്റി സംസാരിച്ചേ. എന്റെ കാര്യം സംസാരിച്ചാ? എന്റെ കാര്യം എന്താ സംസാരിച്ച? എടാ, നിന്റെ കാര്യമൊക്കെ മമ്മിക്ക് അറിയാലോ. മമ്മിക്ക് സത്യത്തിൽ നല്ല ടെൻഷനുണ്ട്. പിന്നെ നിന്റെ വീട്ടിലെ കാര്യങ്ങളും കോമഡികളൊക്കെ പറയുമ്പോ മമ്മിക്ക് എന്ത് സന്തോഷാന്നറിയോ? അത് പിന്നെ സ്വാഭാവികം, ആ വീട്ടിൽ ഇല്ലാത്തതാണല്ലോ. മമ്മി വിചാരിച്ചാണ് കേട്ടോ തന്റെ എന്റെ കൊച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. കാര്യം പറയട്ടെ, എന്നെ മമ്മിയെ സമ്മതിക്കണം കേട്ടാ. എന്തിന്? അല്ല, ഇത്രയും കൊല്ലമായിട്ടും എന്റെ അപ്പം വിൻസെന്റ് ഗോമസിന് സഹിച്ചില്ലേ? സത്യാ നീ പറഞ്ഞത്. ചില നേരത്തെ ഞാനും അതൊക്കെ ആലോചിക്കും, മമ്മി എങ്ങനെ പപ്പയെ സഹിക്കുന്നുണ്ടോ. അവളെ ഞാനൊന്ന് വീട്ടിലോട്ട് കേറട്ടെ, വിശക്കണ്, കഴിച്ചിട്ട് ഞാൻ വിളിക്കാം. അല്ല, നീ എവിടെ പോയതാ? ഞാനാ? ഞാൻ നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടിലെ ഇന്ന് ഫുട്ബോൾ കളിക്കാന്ന് വിചാരിച്ചു പോയത്. പക്ഷെ നടന്നില്ല. എന്താ സംഭവം? വീണിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും കാലിലെ കുഴക്ക് ചെറിയൊരു കല്ലുകടി. സോറടാ. കുഴപ്പമൊന്നുമില്ല. നീ കാരണമല്ലോ വീണേ, ഞാൻ കാരണമല്ലേ വീണേ. പിന്നില്ലേ, ഞാനിപ്പോ നിന്നെ വിളിച്ചേന്നറിയോ? മമ്മി ഇങ്ങനെ പറയായിരുന്നു, നീ ഇതുവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചല്ലാണ്ട് നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാണ്. ഇനിയിപ്പോ എന്താ, കാണാലോ. എനിക്കും കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നീ വീട്ടിലേക്ക് വരുന്നോ? ഡാഡി ഇന്ന് വൈകിട്ട് എത്തുള്ളൂ. നമുക്ക് വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് മമ്മിയോടൊക്കെ സംസാരിച്ച് പതിയെ പോവാം. അത് കൊള്ളാല്ല, നല്ല ഓഫറാണല്ലോ. അങ്ങനെയാണെങ്കിലേ ഒരു 2 മിനിറ്റ് ഞാൻ നേരെ വീട്ടിൽ കയറുന്നു, കുളിക്കുന്നു, അങ്ങോട്ട് വരുന്നു. വീട്ടിലൊക്കെ പോയാൽ ലേറ്റ് ആവും. നീ ഒരു കാര്യം ചെയ്യ്, ആ അമ്പലത്തിന് അവിടെ ഞാൻ വണ്ടിയിട്ട് അങ്ങോട്ട് വരാം. ആണോ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് വരാം. എന്തായാലും ഭാവി മരുമോനെ കാണണമെന്ന് അമ്മായിക്ക് ഒരു ആഗ്രഹം കാണുമല്ലോ. ഞാൻ എന്താ പറഞ്ഞത്, നീ അങ്ങോട്ടോ. ശരി. ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര റൗണ്ട് നടന്നേക്കണ്. പക്ഷെ ഇന്നേ വരെ ഇതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ഇതിനി ആ ഗേറ്റിന് പുറത്തോട്ട് കയറിയിട്ടില്ലല്ലോ. പ്ലാന് കയറണം. രസമുണ്ട്. ഞാനേ ആദ്യമായിട്ട് തന്റെ വീട്ടിലോട്ട് കയറാൻ പോവാണ്. പാർട്ടി ഇല്ലേ പുഷ്പ? നിന്നെ ഈ വീടിന്റെ അകത്ത് കയറ്റിന് എനിക്ക് ഇങ്ങോട്ടാ പാർട്ടി തരണ്ടേ യേശു? അറിയാലോ, എത്ര വേണേലും പാർട്ടി തരാം. മറ്റേ പുള്ളിയോട് വിളിക്കണം. ആരെ? വിൻസെന്റ് ഗോമസിനെ. പുള്ളി വന്നാലേ പാർട്ടി കൊടുക്കാൻ പറ്റൂ. കേശോ, ചുമ്മാ പറഞ്ഞേടേ, വീട് പോട്ട്. അതെ, ഒരു കാര്യം പറയട്ടെ. നിന്റെ വീട്ടുകാരെ പറ്റി ഞാൻ മമ്മിയോട് കുറെ പൊക്കി അടിച്ചിട്ടുണ്ട്. നീ ഭയങ്കര കോമഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓവറാക്കി ചോളമാക്കരുത്. മമ്മിക്കാണെങ്കിൽ ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. തീരെ ഇഷ്ടമല്ല. തീരെ ഇഷ്ടമല്ലേ? അങ്ങനെ പറയില്ല, അത് ഞാൻ വിശ്വസിക്കില്ല. എന്താ? അങ്ങനെയാണെങ്കിൽ വിൻസെന്റ് ഗോമസിനെ എന്നെ നിന്റെ മമ്മി അടിച്ച് പുറത്താക്കിയേ ഡിവോഴ്സ് ചെയ്യില്ലേ? നീ വന്നേ, വീട്ടിൽ പോ. ഒരു കുഴപ്പമില്ല, ഞാൻ ഏറ്റ്. ഓവറാക്കിയ ഇല്ല, ആ കാര്യം ഞാൻ ഏറ്റ്. ചെടി ചെടിക്കൊരു കുഴപ്പമില്ല. നീ ധൈര്യമായിട്ട് ആ കാര്യം ഞാൻ ഏറ്റ്. പിന്നെ പുച്ഛിക്കണതാന്ന് വിചാരിക്കരുത്. എന്താ കാര്യം പറഞ്ഞ വിഷമാവരുത്.
നീ പറയാനുള്ള ദൈവം പറഞ്ഞ് ചൊലക്കൂ. ഇവിടെ ബാക്കിയുള്ളവന് വിശന്നിട്ട് വയറടന്ന് തളകളില്ല. അയ്യേ ഇത് തന്നെ ഞാൻ പറഞ്ഞേ, നിന്റെ ഇമാതിരി വർത്താനം നിർത്തിക്കോണം. എന്തൊരു വർത്താനം? ഏത് വർത്താനം? നീ ചുമ്മാ വർത്താനം ഭാഷ കുറ്റം പറയല്ലേ. മെർലിനെ വേണ്ടട്ടാ. ആ നീ വന്നേ, കയറി കയറി ഇങ്ങോട്ട്. ഞാൻ കൊണ്ടാക്കാം. ബാ. മെർല 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 എന്ത് 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 നിന്റെ കാര്യത്തിലേ എനിക്ക് അബദ്ധം പറ്റിയെന്ന് തോന്നണേ. എന്തൊരു അബദ്ധം പറ്റിയെന്ന്? എന്തിനാ ഇങ്ങനെ? എന്തൊരു അബദ്ധം പറ്റിയെന്ന്? ഇങ്ങോട്ട് നോക്കും. നമ്മൾ രണ്ടുപേരും പോലെ വേറൊരു ജോഡി ഉണ്ടോ? ഇത്രയും ചേർച്ചുള്ള വേറെ ജോഡിയെ താൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നീ ആരടാ? ജൂനിയർ ദിലീപോ? കോമഡി പറഞ്ഞ ആളെ വശത്താക്കാൻ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. ഓ പിന്നെ അങ്ങനെ പറഞ്ഞതില്ല. കേറണ്ടേ? വാ, അടുത്താല് വെച്ച് കേറാം അല്ലേ? നിലവിളക്ക് എടുക്കണോ? അതിനിപ്പോ എന്താ, പുള്ളി എടുത്തോണ്ട് വരാൻ പറ. ആരെടുത്ത്? വിൻസെന്റ് കോംസിനടുത്ത് നിലവിളക്കം പിടിച്ചൊരു സെറ്റ് സാരി എടുത്തോണ്ട് വരട്ടെ. കേശോ എന്തോ നടവുപോയി? എന്റെ അമ്മച്ചി കാണാൻ വന്നല്ലയോ? നിനക്ക് പ്രശ്നം എവിടെ? ലുക്ക് എങ്ങനെയുണ്ട്? ഭയങ്കര ലുക്ക് തന്നെ. അതെ, തായി കുളിക്കാതെയും പല്ലിയേക്കാതെയും കണ്ട മേക്കപ്പ് വിട്ട് മുടിയും സ്ട്രൈറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. തന്നെ കാണാൻ കുറച്ച് മെനയൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഒരു ലുക്കിന് ഞാൻ അങ്ങോട്ട് ഒത്തു പോവില്ല. അലീന ഫ്രാൻസിസ് ആയാലോ? അയ്യടാ, അലീന ഫ്രാൻസിസിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ എളുപ്പ് കണ്ടില്ലേ? എന്റെ നാടോ ഇത്? ഇങ്ങനെ നിന്നാ മതിയോ? അമ്മച്ചിയെ കണ്ടേ താ അതൊക്കെ വിട്ടേ വന്നേ പാടോ. ഹായ്, റിച്ച് റിച്ച് മെർലി റിച്ച്. മമ്മേ മമ്മേ മമ്മി മമ്മിയെ മിണ്ടാണ്ടിരിക്കും, ഞാൻ വിളിച്ചോളാം. ഞാൻ ഈ വീട്ടിൽ വിളിക്കുന്ന ഫ്ലോയിലെ വിളിച്ചത്. മമ്മി. ആ മമ്മി, മമ്മിക്ക് ഇതാരാന്ന് മനസ്സിലായോ? കേശു അല്ലേ? കണ്ടിട്ടില്ലെന്നേ ഉള്ളു, ഇവള് പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട്. മോനിരിക്കേ. അല്ല മമ്മി ഇരിക്കേ. മോനിരിക്കേ. അല്ല മമ്മി ഇരിക്കേ. മോനിരിക്കേ. എടാ ഓവർ വിനയം കാണിക്കാണ്ടിരിക്കേ. ഇരിക്കേ. ശരിയാണ്. പോയി ഒന്ന് പിടിക്കൂ മമ്മി. മമ്മിയും കൂടി. വീണ്ടും എന്തെങ്കിലും പറ്റിയോ മോനെ? ഇല്ല മമ്മി, ഇപ്പൊ വീട്ടൊന്നും പറ്റിയില്ല. എനിക്ക് കാലിന് ഓൾറെഡി ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. എന്തു പറ്റിയതാ? അത് കുറച്ചു ദിവസം മുമ്പ് ഞാനൊരു ഫ്രണ്ടുമായിട്ട് ട്രിപ്പ് പോയായിരുന്നു. അപ്പോ ഫ്രണ്ട് വണ്ടിയും തള്ളിയിട്ട്. തള്ളി കിട്ടുന്നോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? കാലിലെ കുഴക്കി ചെറിയൊരു പ്രശ്നം, അത്രേ ഉള്ളൂ. ഷോ, ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഒന്നും കൊണ്ട് ട്രിപ്പിന് പോവരുതട്ടോ മോനെ. മമ്മി, ഞാനിപ്പോ പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് വിളിച്ചോണ്ട് തന്നെയാ. ഓ, ഫുട്ബോൾ ഒക്കെ കളിക്കോ? അത് വല്ലപ്പോഴും ഇങ്ങനെ പോവും. സത്യം പറഞ്ഞാലേ എനിക്ക് മമ്മിയെ കണ്ടപ്പോ എന്റെ അമ്മയുടെ അതേ പ്രതീതി കേട്ടാ. അമ്മയ്ക്ക് ഇതേപോലെ ആരെങ്കിലും വീട്ടിൽ കയറി വന്നാ ഭയങ്കര സന്തോഷമുണ്ട്. മമ്മിയെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെയോ? ഓ, എവിടുന്ന്? എന്നിട്ട് എന്താ മോൻ വിളിക്കാഞ്ഞേ? ഞാൻ ഫോണിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഫോട്ടോയിലായിരുന്നോ? ഇവള് പറഞ്ഞിട്ടുണ്ട് മോ ഭയങ്കര തമാശയാണ്. മമ്മിയുടെ സൗന്ദര്യം ഒന്നും കിട്ടിയിട്ടില്ല, മൊത്തം ആ ഡാഡിയുടെ ലുക്കാണ്. അത് കുടുംബത്തിൽ എല്ലാവരും പറയാം അവള് ഡാഡിയെ പോലെയാണ്. ഭാഗ്യം കേട്ടാ, സ്വഭാവം മമ്മിയുടെ ആണ് കിട്ടിയെന്ന് തോന്നുന്നു. ഡാഡിയുടെ വല്ലവിടെ കിട്ടിയെങ്കിൽ നശിച്ചോയനെ. സത്യമാ മോൻ പറഞ്ഞ സത്യമാ. ഞാനേ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ ജ്യൂസ് എടു. ജ്യൂസാ? ജ്യൂസ് എടുക്കും മോളെ, ചെല്ലേ. ആ പിന്നെ ഫുഡ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി കേട്ടാ. ചെല്ലുന്ന ധൃതിയൊന്നുമില്ല. എന്ന് മമ്മി ഒന്നും പറയണ്ടേ, എനിക്ക് കുറച്ച് ഈ വിശപ്പിന്റെ ഒരു അസ്കിറ്റ് ഉള്ള സംഭവം. വേറെ ഒന്നുമല്ല, കറക്റ്റ് സമയത്ത് ഞാൻ ഫുഡ് കഴിക്കും. ആ, അത് നല്ല കാര്യമാ. ജ്യൂസ് എടു. ഓ മോളെ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു കേശു? പഠിത്തത്തിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല മമ്മി, അതൊക്കെ ക്ലീൻ ആയിട്ട് പോണ്. പക്ഷേ ഞാൻ ഈയിടെയായിട്ട് ചെറുതായിട്ട് പഠിത്തത്തിലൊന്നും ഉഴപ്പുന്നുണ്ടോ എന്നൊരു ഡൗട്ട്.
ഉഴപ്പാനോ? അതൊന്നും പറ്റില്ല കേട്ടോ. ഇല്ല ഒന്നും പറ്റൂല. അത് ഞാൻ അങ്ങോട്ട് പറയാൻ ഒരുങ്ങുമായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറയാൻ ഒരുങ്ങായിരുന്നു എന്ന്. കേശുവിന്റെ അമ്മ വീട് പാഴൂരാ അല്ലേ? പായൂര്. പിന്നെ അച്ഛന്റെ വീട് നെയ്യാറ്റിൻകര. ഇപ്പൊ രണ്ടുപേരും നെയ്യാറ്റിൻകര. ഓ, നിങ്ങൾ താമസിച്ചിരുന്ന വീട് വാങ്ങിച്ചോ? അല്ല അമ്മി, നമ്മളത് മേടിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അപ്പൂപ്പൻ മേടിച്ച് നമ്മുടെ 4 പിള്ളേരുടെയും പേരിലോട്ട് എഴുതി തന്നു. പിന്നെ നമ്മുടെ അപ്പൂപ്പന് അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെയ്യാറ്റിൻകരയിലും കൃഷിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളൊരു അഗ്രേറിയൻ ഫാമിലിയാണ്. അല്ല മെറിലെ, ഒരു ദിവസം ഫ്രീ ആവുമ്പളേ അമ്മയും കുട്ടി നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങ്. ഡാഡി ഇല്ലാത്തപ്പോ. പിന്നെ എന്താ, ഇവള് പറയുന്നത് കേട്ട് കേട്ട് ഞാൻ അങ്ങോട്ട് വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുക. എന്താ ദേവിയേ, പെട്ടെന്ന് വരണേ എന്ന്. ആ ദേവി. മമ്മിയുടെ വീട് കോട്ടയം എങ്ങാണ്ടല്ലായിരുന്നോ? കോട്ടയത്താ. അത് പറഞ്ഞിട്ടുണ്ട് കോട്ടയം. കോട്ടയം കറക്റ്റ് എവിടെ? കോട്ടയത്ത് പാലക്കടുത്താ. പാലക്കടുത്തെന്ന് പറയുമ്പോ എവിടെ ആയിട്ട് വരും? പാലയിൽ എല്ലായിടത്തും പോകാൻ അറിയോ? അല്ല, അറിഞ്ഞൂടെ, ഇപ്പൊ പറഞ്ഞാ അറിയാം. പാലയിൽ ഒരു വല്യപള്ളി ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു കപ്പേളയുണ്ട്. അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ പോയാൽ 10 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാ വീട്. 10 ഏക്കറിലാ? അവിടെ എങ്ങനെ ഇപ്പൊ കൃഷിയൊക്കെ ഉണ്ടോ? പിന്നെ റബ്ബറുണ്ട്, ഏലമുണ്ട്, കുരുമുളകുണ്ട്. ഇപ്പൊ ഒരു കുറച്ച് റംബൂട്ടാനും ഉണ്ട്. കുറച്ചെന്ന് പറയുമ്പോ ഒരു 10-12 ഏക്കറേ ഉള്ളൂ. ഇപ്പൊ കൃഷി ഒന്നും നോക്കാൻ ആരും ഇല്ലെന്നേ. അപ്പച്ചനുള്ള കാര്യത്തായിരുന്നു കൃഷിയൊക്കെ. അപ്പച്ചനില്ലല്ലോ. അപ്പച്ചനോട് പോയി? മരിച്ചുപോയി. അപ്പച്ചൻ സ്കൂൾ മാഷായിരുന്നു. മാതൃകാ അധ്യാപനമുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പച്ചന്റെ പേരിലേ നാട്ടിലൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി ഉണ്ട്? എന്നാ അപ്പച്ചന്റെ പേര് ഞാൻ പറയട്ടാ. ചാക്കോമാഷ് മെമ്മോറിയൽ ലൈബ്രറി. നീ പറഞ്ഞിരുന്നാ? ഇല്ലല്ല, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? അല്ല മമ്മി, അത് പിന്നെ ഈ മലയോര മേഖലയിലുള്ള മിക്കവാറുള്ള എല്ലാ മാഷന്മാർക്കും ചാക്കോ മാഷ് എന്നായിരിക്കും പേര്. പറഞ്ഞത് കറക്റ്റാ. പക്ഷെ അപ്പച്ചന്റെ മുഴുവൻ പേര് വർഗീസ് ചാക്കോ എന്നായിരുന്നു. എന്നമ്മാ ചിരിച്ചിട്ട് இருக்கீங்க? ഒന്നും ഇല്ലെന്നേ, ഓരോന്ന് ആലോചിച്ചങ്ങ് ചിരിച്ചതാ. என்ன யோசிச்சீங்க? നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ സന്തോഷം വന്ന കാര്യങ്ങൾ ആലോചിച്ചും ചിരിക്കും, സങ്കടം വന്ന കാര്യങ്ങൾ ആലോചിച്ചും ചിരിക്കും. என்னம்மா சொல்றீங்க? சங்கடம் வந்த காரியங்கள் யோசிச்சு எப்படி சிரிக்க முடியும்? അതൊക്കെ ഉണ്ട്. எப்படி அம்மா சங்கடம் வந்த காரியங்கள் எல்லாம் யோசிச்சு சிரிக்க முடியும்? இப்ப என்ன யோசிச்சு சிரிச்சீங்க? അത് പറഞ്ഞ ഒരു വലിയ കഥയാ. சொல்லுங்களேன். പണ്ടേ ഞങ്ങളുടെ ഒരു ബന്ധു, അവിടെ പേര് സുലോചന എന്നാ, അവളുടെ മോളുടെ കല്യാണത്തിന് എൻ്റെ അടുത്ത് വന്നൊരു സഹായം ചോദിച്ചു. അന്ന് പൈസയൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ലെന്നേ. അപ്പം ഞാൻ എന്തോ എടുത്തു, എൻ്റെ കയ്യെ കിടന്ന 2 വള ഊരി കൊടുത്തു. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവളിങ്ങ് എടുത്തു തരാമെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ച് എടുത്തു തരുമല്ലോ. കുറേ നാൾ കഴിഞ്ഞിട്ടും അനങ്ങുന്നില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ഞാൻ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പം അവൾ ഓരോ ഒഴിവുകളൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് തെന്നി മാറും. ഞാൻ കുറെ കഴിഞ്ഞ് വേറൊരു ബന്ധുവിന്റെ കല്യാണത്തിന് കണ്ടപ്പം എവളോട് ഈ വളയുടെ കാര്യം ഒന്ന് ചോദിച്ചു. എന്റെ പൊന്നു തമ്പുരാനെ, എവളെന്നെ അടിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തരത്തില്ലയോ? ഞാൻ എന്തോ ഇതും കൊണ്ട് വെട്ടിപ്പറക്കി അങ്ങ് പോകാൻ പോന്നോ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇല്ലയോ? നിങ്ങൾ എന്തുവാ ഇത് കാണുമ്പോ ഇങ്ങനെ ചോദിക്കുന്നത്? എന്തോ എന്നെയാ നാണം കെടുത്തുവാന്നോ? എന്നെ ആക്ഷേപിക്കുവാന്നോ? പന്തലിന്റെ അടുത്ത് വെച്ചല്ലേ ചോദിക്കുന്നേ. അയ്യോ, ഞാനങ്ങ് നാണം കെട്ടുപോയി എന്റെ പിള്ളേരെ. എന്തൊരു നാണക്കേടായിപ്പോയി. പിന്നെ ഇപ്പം ഞാൻ അതിനെപ്പറ്റി മിണ്ടാറേ ഇല്ല. പോയത് പോട്ടെന്നങ്ങ് വിചാരിച്ചു. അതിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് ചിരി വന്നു, അത്രേ ഉള്ളൂ. അമ്മ 2 വള കൊടുത്തെന്നല്ലേ പറഞ്ഞു? ഈ 2 വളയും കൂടെ ചേർത്ത് എത്ര പവൻ ഉണ്ടായിരുന്നു? 2 പവൻ. 2 പവനോ? 2 പവന്റെ സ്വർണ്ണം അമ്മ കൊടുത്തെന്ന് നമ്മളൊരു ആവശ്യത്തിന് ചോദിച്ച ഉരുട്ടാന്ന് ചോദിക്കണല്ലാതെ ആ കയ്യിൽ നിന്ന് വളവോയി വന്ന ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അമ്മ 2 പവന്റെ സ്വർണം കൊടുത്തത് എന്തിനമ്മ വെറുതെ തള്ളണത്? എന്റെ ചോനറത്തല ഭഗവതിയാണ് സത്യം. ഞാൻ കൊടുത്തേ. கொடுத்திருப்பாங்க குறி, கண்டிப்பா கொடுத்திருப்பாங்க.
பேலன்ஸ் சொல்லுங்கம்மா. ആ ഇന്ന് രാവിലെ ഉണ്ടല്ലോ ആ സുലോചനയുടെ കൊച്ചുമോടെ കല്യാണമാണെന്നും പറഞ്ഞോണ്ട് സുലോചന എന്നെ വിളിച്ചേക്കുന്നു. എന്തിനാന്നറിയാവോ? ഞാൻ ചെല്ലണം, എന്നിട്ട് അവളെ അനുഗ്രഹിക്കണമെന്ന്. ഞാൻ പോയത് തന്നെ അനുഗ്രഹിച്ചത് തന്നെ. അടിപൊളി. ഇനി അമ്മ ആ മണ്ഡപത്തിലോട്ട് ചെന്ന് കേറണം, സുലോചന എടുത്ത് വളയുടെ കാര്യം ചോദിക്കണം, മണ്ഡപത്തിൽ വെച്ച് രണ്ടുപേരും കൂടി അണി ഉണ്ടാക്കണം, എന്നിട്ട് ആ കല്യാണം മുടങ്ങണം. അടിപൊളിയായിരിക്കും. അമ്മായി, നിങ്ങൾ ആരുടെ പറഞ്ഞോണ്ടിരുന്നേ? മംഗലത്ത് സുലോചന അറിയോ? കേട്ടിട്ട് മനസ്സിലായില്ല, പക്ഷെ കണ്ടാ മനസ്സിലാവുമായിരിക്കും. ആണോ? അറിയാല്ലേ? എന്നാ മക്കൾ ഒരു കാര്യം ചെയ്യും, അമ്മൂമ്മയുടെ 2 പവന്റെ വള ഈ സുലോചനയുടെ കയ്യിലുണ്ട്, അത് വാങ്ങിച്ചോണ്ട് ഒന്ന് മക്കൾ കയ്യിലിട്ടാണ്. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം, എന്നിട്ട് അമ്മായിക്ക് തരാം. അമ്മായില്ലേ മരുമോള്? പറവേ വേണ്ട കേട്ടോ, അതൊക്കെ വീട്. അല്ല, രാവിലെ കിളയ്ക്കാൻ പോയ കേശുനെ കണ്ടില്ലല്ലോ. கிளக்கிறதா? ആ, ഗ്രൗണ്ടിൽ കിളയ്ക്കാൻ. അവന് കിളയ്ക്കാനല്ലേ അറിയൂ, കളിക്കാൻ അറിയത്തില്ലല്ലോ. மணி 11 ஆச்சு கௌரி, இனியும் அவனை காணோம். ആ ഇപ്പൊ പോയാൽ ഒരു പോക്ക. നമ്മുടെ ഇടവും മനമൊക്കെ ഇങ്ങനെ നിൽക്കും. കണ്ണ് തെറ്റി അവനെ കാണത്തില്ല. ഈ വലുതായെന്ന് പറഞ്ഞേ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഈ പ്രശ്നം. അത് തന്നെ. ഓ, ഈ പറയുന്ന ആള് നിക്കുന്ന നിപ്പില് ശർക്കരയും പിന്നെ കോഴിക്കോടും ഒക്കെ പോവല്ലോ. എന്റെ പൊന്നു പാറു, നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കോ? അമ്മായി അമ്മേനെ അടി വാങ്ങിച്ചു തരുമോ നീ? கௌரி, அவங்கிட்ட பைசையும் இல்லடா, பசிச்சா என்ன செய்வானோ? കേശുവേട്ടന് വിഷം കഴിഞ്ഞാൽ കേശുവേട്ടൻ പറന്നിങ്ങെത്തും. പിന്നെ അത്രയ്ക്ക് വിശപ്പാണെങ്കിൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടും. ഞായറാഴ്ച ആയിട്ട് ഇവിടെ ആരും ഇല്ലാത്തോണ്ട് ഭയങ്കര ബോറടി അല്ലേ? அது கரெக்ட். இதுக்கு சிவா லெச்சு கூட குழுப்பலத்துல போனா அதுதான் இவ்வளோ போரு. ശിവചേച്ചി ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞാ പോയത്. എന്നെ കൂട്ടിയില്ല, വരുമ്പോ കാണിച്ചു കൊടുക്കാം. അതല്ല ഞാൻ ആലോചിക്കണേ, ഈ ബോറടി മാറ്റിപ്പോ എന്ത് ചെയ്യണം? എന്റെ ഒരു ഐഡിയ ഉണ്ട്. നിന്റെ ഒരു ഐഡിയ ഉണ്ട്, കൂടെ കളിക്കാനായിരിക്കും അല്ലേ? അമ്മായി, കേശുവേട്ടനൊന്ന് വിളിച്ചേ. ഞാനാ? ഇപ്പോഴാ? അത് വേണ്ട. ഇപ്പൊ അവൻ വിഷം നിൽക്കുകയാണെങ്കിലേ ഇവിടെ നിന്ന് ഞാൻ അവന് പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് ശരിയാവൂല. മമ്മി മണം അടിച്ചപ്പോ തന്നെ വയറൊക്കെ നിറഞ്ഞല്ലേ എന്റെ? എല്ലാം മമ്മിയുടെ കൈപ്പുണ്യായിരിക്കും അല്ലേ? അതെ, മമ്മിയുടെ കൈപ്പുണ്യം മാത്രല്ല, എന്റെ കുറച്ച് പൊടിക്കൈകളും കൂടെ ഉണ്ട്. അയ്യോ, നീ ഇതിനകത്ത് കൈ വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇനി എങ്ങനെ ഇത് കഴിക്കും? എങ്ങനെ വിശ്വസിച്ച് കഴിക്കും ഞാൻ? മമ്മി, ഈ അടുക്കളയിലെ കാര്യം മൊത്തം സെർവൻസ് ഉണ്ടായിട്ട് മമ്മി തന്നെ നോക്കുന്നേ ഈ ഫുഡൊക്കെ വെക്കണേക്കെ? അതെ, ഫുഡിന്റെ കാര്യത്തില് മമ്മിക്ക് ഭയങ്കര നിർബന്ധം. സെർവൻസ് ഉണ്ടെങ്കിലും കിച്ചണിലെ എല്ലാ കാര്യവും മമ്മി തന്നെ നോക്കണേ. പിന്നെ ഒന്ന് സൺഡേ അല്ലേ, സെർവൻസ് ഒക്കെ ലീവാ. പിന്നെ മമ്മിക്ക് അറിയോ, കേശുന്റെ വീട്ടില് ഇടയ്ക്ക് സ്പെഷ്യൽസ് ഉണ്ടാക്കും. ഓഫ്, അടിപൊളി ടേസ്റ്റാ. ആണോ? അല്ലേ മമ്മി, അത് സംഭവം വേറൊന്നുമല്ല, അച്ഛനും അമ്മയൊക്കെ നല്ല പാചകക്കാരാണ്. അങ്ങനെ നമ്മളൊരു ഫ്ലോയ്ക്ക് അങ്ങ് പോണാണ്. അല്ല, മമ്മി നല്ല സൂപ്പർ കുക്കല്ലേ? മമ്മി ഒരു തന്നെ ഉണ്ടാക്കിയ കേക്ക് ഇല്ലേ, അത് വെറുതെ കൊണ്ടുവന്നിരുന്നു. സൂപ്പർ കേക്കായിരുന്നു കേട്ടാ. എന്ന്? മമ്മി അന്നുണ്ടാക്കിയില്ലേ ലാസ്റ്റ് ടൈം? ഓ, ലാസ്റ്റ് ടൈം. ആ കേക്ക് നീ കേശുവിന്റെ വീട്ടിൽ കൊണ്ടുപോയോ? ആ, മമ്മിക്ക് ഓർമ്മയില്ലേ? മമ്മിയോട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ കൊണ്ടുപോയത്. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നോട് നീ എപ്പോ പറഞ്ഞു? എന്നോട് പറയാതെ കൊണ്ടുപോയിന്ന് നീ പറ. പിന്നെ മമ്മി കുക്കിങ്ങില് കേശുവും ഒട്ടും മോശമല്ല. ആ, അതെനിക്കറിയാലോ. കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കാര്യം, ഉപ്പും എരിവൊക്കെ കൂട്ടിയിട്ടിട്ട്. അതേതായാലും നന്നായി. ഇവക്കൊരു പണി കൊടുക്കണം ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മമ്മി, അതെ, ഞാൻ അറിഞ്ഞുകൊണ്ട് മെറിലിട്ട് കൊടുത്ത പണിയല്ലത്. എന്റെ അനിയത്തി എനിക്കിട്ട് തന്ന പണിയാണ്. ആര്? പാറുവോ? അത് കൊള്ളാം. മമ്മി എന്തായാലും ഒരു ദിവസം നമ്മുടെ വീട്ടിലോട്ട് വരണം. നമുക്കവിടെ സ്പെഷ്യൽ ഒക്കെ വെച്ചാൽ കൂടാ. എന്റെ മമ്മി അവിടെ ഒന്ന് കുക്ക് ചെയ്യാനാ? മമ്മി വന്നാ മതി, നമ്മള് കുക്ക് ചെയ്യും, എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഫുഡ് അടിച്ചിട്ട് പിരിയും. ഓക്കെ? നല്ല തിരുവനന്തപുരം സ്പെഷ്യൽ മീൻകറിയൊക്കെ വെച്ചുതരാം. ആ, മറ്റേ മുരിങ്ങാക്കോലിട്ട് വെച്ച മീൻകറി ആയിരിക്കും അല്ലേ? ഇത് കഴിക്കൂലേ? അടിപൊളിയാ അല്ലേ? സംസാരിച്ചോണ്ടിരിക്കാതെ കഴിക്കും പോലെ. അല്ല മമ്മി, അമ്മയോട് സംസാരിച്ചോണ്ടിരുന്നുണ്ടോന്ന് തോന്നുന്നു. സംസാരിച്ച് വിശപ്പങ്ങ് പോയങ്ങ്. മമ്മി പിന്നെ വിശ്വസിക്കണ്ട കേട്ടോ, മൊത്തം സോപ്പാ. മമ്മി എന്റെ മുഖത്ത് നോക്കി.
പാവല്ലേ? അല്ല മമ്മി, മമ്മിയുടെ മോളെക്കാളും ഞാൻ പാവല്ലേ? നോക്കി നോക്ക്, ഈ മോൻ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നണുണ്ടോ? മമ്മി മമ്മിയുടെ മോളാണെന്ന് പറഞ്ഞ സൈഡൊന്നും പിടിക്കുന്നുണ്ടോ? വെട്ടി തുറന്നു പറഞ്ഞോ? ചില സമയത്ത് ഇവളുടെ സ്വഭാവം ഡാഡിയേക്കാ മോശം. എന്തൊരു ദേഷ്യമാണെന്നറിയോ? മമ്മി ആള് കൊള്ളാലോ. ഒരാളെ കിട്ടിയപ്പോ എന്നെ കുറ്റം പറയുന്ന. അതെ, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. ഉണ്ടാന്ന് കണ്ട ഇവിടെ ദേഷ്യം കണ്ട. മമ്മി അങ്ങനെയൊക്കെ പറയും. നീ കഴിക്കടാ. എന്നാടേ നീ അവനെ വരട്ടു വന്നോ? അങ്ങനെ കൊണ്ട് ചോരും മമ്മി. മോ കഴിക്കും. അത് നമ്മുടെ മണിയുടെ ഫോണല്ലേ? അയ്യോ, ഡാഡിയാണോ വന്നത്? ഡാഡി ഒന്നും വന്നില്ല, അവിടെ ഇരിക്കി. ചിലപ്പേ ഡാഡി ജോസങ്ങളുടെ കാറിലായിരിക്കും പോയത്. അതുകൊണ്ട് വണ്ടി തിരിച്ചു കൊടുത്തുവിട്ടായിരിക്കും. എന്തായാലും നീ ആ കീ ഇങ്ങ് വാങ്ങിച്ചോ. ആ ഓ കഴിക്കേ. ഓ മമ്മി. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56 8000-8001-20. അവൻ ഡാഡിയുടെ റൂമിൽ കയറി വാതിലടച്ചു. എന്താ ചെയ്യാ? ഇറങ്ങി ഓടിയാലോ? കൊല്ലും ഞാൻ. ഡാഡി വെൽക്കം ഹോം. എന്തോ അത്? ഇത് ചിക്കന്റെ കാല്. ഞാൻ ചിക്കൻ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താ രണ്ടാളുടെ മുഖത്തും ഒരു പകപ്പ്? പകപ്പോ? എന്ത് പകപ്പ്? പിന്നെ ഡാഡി ഇടയ്ക്ക് പോയില്ലേ? ആ അതെ, ഞങ്ങൾ നോക്കാൻ പോയ ആ സ്ഥലത്തിന്റെ ആളിലെ ആരോ മരിച്ചെന്ന്. ഞാൻ തിരുവാങ്കള എത്തുമ്പോഴേക്കും ഫോൺ വന്നു. ഞാൻ തിരിച്ചു പോകും. കഷ്ടം. എന്നാലും അയാൾക്ക് മരിക്കാൻ കണ്ടൊരു നേരം. എന്നാലും നിങ്ങൾ രണ്ടുപേർക്ക് എന്തോ പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? ഒരു പ്രശ്നമില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, മമ്മിയും മോളും വഴക്കിട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. അതെ, ഇനി നിങ്ങൾ ഇങ്ങനെ വഴക്കിടരുത്, മനസ്സിലായ? അല്ല, ഡാഡി വേണമെങ്കിൽ എന്റെ റൂം യൂസ് ചെയ്ത. എന്തിന്? അല്ല, ട്രിപ്പൊക്കെ മുടങ്ങി വന്നേക്കല്ലേ, ഒരു മൂഡ് ചേഞ്ച്. അതിന്റെ ആവശ്യമില്ല. ഐ വിൽ മാനേജ്. നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നാലോ? ട്രിപ്പൊക്കെ മുടങ്ങിയിരിക്കല്ലേ, ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വരാം. ഒരു മൂഡ് ചേഞ്ച്. എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതെ എനിക്ക് ഇതൊക്കെ ഓക്കെയാണ്. ഓക്കെ മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.